ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ പറയുന്നില്ല, ബിക്കോസ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയല്. നമുക്ക് റേറ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാം, ടൈം ഉണ്ടല്ലോ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ ഓൺ യൂട്യൂബ് ആൻഡ് എനിക്ക് എന്താ പറയണ്ടേ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ല. ആക്ച്വലി ഞാനൊരു ഇൻട്രോവേർട്ടാണ്, പിന്നെ ക്യാമറൻ്റെ മുന്നിലായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണത്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണത് എന്താന്ന് വെച്ചാല്, ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് വൈ ഐ സ്റ്റാർട്ടഡ് കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് എന്താ പറയാ, ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോണത്. ഫസ്റ്റത്തെ വീഡിയോ അല്ല, അപ്പൊ അത് ചെയ്യാൻ വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. സോ യാ, ഇതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇതിന്റെ പേര് ഞങ്ങൾക്ക് എന്തായാലും ചാനലിൽ കാണുന്നുണ്ടാവുമല്ലോ. സോ ദാറ്റ്സ് മൈ നെയിം ആൻഡ് ഐ ആം 18 ആവാൻ പോകുന്നുള്ളൂ. 18 ആയിട്ടില്ല, ദിസ് മന്ത് 18 ആവും. ആൻഡ് ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത്, വൈ ഐ സ്റ്റാർട്ടഡ് കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് വൈ ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ചാനൽ. അതിനെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാ, കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം, അങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻ പറയാനായിട്ട് ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ വീഡിയോസ് ചെയ്യുന്നല്ലാതെ അങ്ങനെ വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ എഡിറ്റിംഗ് വെൻ ഐ വാസ് ഇൻ 8th സ്റ്റാൻഡേർഡ്, ഐ തിങ്ക് സോ. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് വീഡിയോ എഡിറ്റിങ്. സോ എൻ്റെ ഡ്രീം അതാണ്. ഐ വാണ്ട് ടു ബിക്കം എ വീഡിയോ എഡിറ്റർ ഇൻ ഫ്യൂച്ചർ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ വല്ലാതെ അങ്ങനെ പിന്നെ എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് ഫസ്റ്റ് വീഡിയോ അല്ലേ, സോ ജസ്റ്റ് മൈൻഡ് ആക്കണ്ട. എനിക്കിങ്ങനെ മോഡലിംഗ് ചെയ്യുക, അതേപോലെ റീൽസ് ചെയ്യുക, അങ്ങനെയൊക്കെ പണ്ട് മുതലേ ഇഷ്ടമാണ്. കോവിഡിന്റെ ടൈമിൽ ഞാൻ കുറേ റീൽസും ടിക്ടോക്കും അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ക്രിഞ്ചായി തോന്നി. നമുക്ക് നമ്മളെ വീഡിയോ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടും കാണുമ്പോൾ കുറച്ച് കോമഡി ആയിട്ടൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒക്കെ ഡിലീറ്റ് ആക്കി. പിന്നെ ഞാന് കുറച്ച് കാലം അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ എനിക്കെന്തോ പിന്നെയും തുടങ്ങാൻ തോന്നി, അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ. പിന്നെ ഞാൻ +2 കഴിഞ്ഞ സമയത്ത്, അതായത് എക്സാംസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇത് മോഡലിങ്ങിന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഏതെങ്കിലും ഷോപ്പിൽ മോഡലായിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെ ചോദിച്ച്, മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചു, അങ്ങനെ ഞാനൊരു ബിഗിനർ ആണ്, സോ അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. ആൻഡ് ദേ സേ യെസ്. അങ്ങനെ ഞാൻ അവിടെ പോയി. ഫസ്റ്റ് ഞാൻ അവിടെയാണ് പോണത്. അവിടെ പോയി പിന്നെ കുറച്ച് ഒരു ഐ തിങ്ക് 2-3 വീക്സ് ഒക്കെ അവിടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് മോഡലായിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഇങ്ങനെ അവിടുന്ന് എനിക്ക് ഏൺ ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഏൺ ചെയ്യണ രീതിക്ക് എന്തെങ്കിലും ജോബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഓളും ഇങ്ങനെ എന്നോട് പറയലുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ജോബ് ഉണ്ടായാൽ നല്ലതേനു. വീട്ടുകാരോട് ഇങ്ങനെ നമ്മളെ ഈ ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട്, നമുക്കൊക്കെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ നമുക്കൊരു മടിയാണല്ലോ. നമ്മളും ഓരോ സിറ്റുവേഷൻ മനസ്സിലാക്കി നിൽക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓളോട് പറഞ്ഞപ്പോഴും ഷി വാസ് ലൈക്ക് യാ വൈ നോട്ട്, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം ഇതേമാതിരി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ചോദിച്ചു. അപ്പോ 2 ഷോപ്പിൽ ഇങ്ങനെ ഒരു നമ്പറൊക്കെ മേടിച്ചിട്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ മെസ്സേജ് അയച്ചു. അവിടെ തന്നെ മോഡലായിട്ട് നിൽക്കാൻ തന്നെയായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ്, വലിയ പണിയില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ അത് ഓക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പൊ ഞാൻ കറന്റ്ലി ആ 2 ഷോപ്പിൽ മോഡലായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഐ ക്യാൻ ഏൺ മണി ഫ്രം ദർ. പിന്നെ ഞാൻ ഈ ഷോപ്പിൽ ഇങ്ങനെ മോഡലായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ദിവസം എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നു, വൈ ഡോണ്ട് ഐ സ്റ്റാർട്ട് കോണ്ടന്റ് ക്രിയേഷൻ. ബിക്കോസ് ഞാൻ ഡെയിലി എന്താ പറയാ വീഡിയോസ് ഇടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പൊ എനിക്കിങ്ങനെ കുറെ റീൽസ്, ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ റീൽ ചെയ്യുക അങ്ങനത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ തുടങ്ങാം. ആൻഡ് ഞാനിങ്ങനെ
എന്ത് ഞാനിങ്ങനെ അറിയില്ല എന്താ പറയണ്ടേ ഗൈസ്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യണോണ്ട് തന്നെ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് യൂട്യൂബിൽ ഈ വീഡിയോസ് ഇട്ടുകൂടാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് ലൈക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ പറയാ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങാം, ഒരു വീക്ക്ലി 2-3 വീഡിയോസ് ഒക്കെ ഇടാ വിചാരിച്ച്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ ഗൈസ്. കുറെ തെറ്റുണ്ടാവും എനിക്കറിയാം, ഞാൻ എന്തൊക്കെ പറയാന്ന് പോലും എനിക്കറിയില്ല. കുറെ ആൾക്കാർ കളിയാക്കുമെന്ന് എനിക്കറിയാം. ഒക്കെ കണ്ടിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യണത് ബൈ. സോ യാ, അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ലൈക്ക് ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, എന്താണ് എന്നെ അങ്ങോട്ട് എത്തിച്ചത്, ഈ ചാനൽ തുടങ്ങാൻ എന്ത് ഇതാണ് എന്നെ അങ്ങോട്ട് എത്തിച്ചത്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. കുറെ പേര് പറയണോ. സോ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറയാനുള്ളത്. ആൻഡ് ഇനി മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചെയ്യണമല്ലോ. ആൻഡ് ഇനി എൻ്റെ ഈ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെ തെറ്റാണുള്ളത് ആൻഡ് ഇനി ഞാൻ എന്തൊക്കെ റെഡി ആക്കേണ്ടത് അതൊക്കെ എനിക്ക് നിങ്ങൾ വേണം പറഞ്ഞുതരാം. ബിക്കോസ് എനിക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് റോങ് ആയിട്ടൊന്നും തോന്നൂല. ബട്ട് നിങ്ങൾ വേണം എനിക്കത് പറഞ്ഞുതരാൻ. ആൻഡ് ഇനി നെക്സ്റ്റ് എന്ത് വീഡിയോ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. നിങ്ങൾ എന്ത് പറയണോ അത് ഞാൻ ചെയ്യും. ഓക്കെ, സോറി ഗൈസ്, ഫോണിപ്പോൾ സ്റ്റോറേജ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇനി നല്ല വീഡിയോ കൊണ്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, സോ ബൈ, ടാറ്റാ.